ആദരണീയരായ വിധികർത്താക്കളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മങ്കട ബ്ലോക്ക് തലം കേരളോത്സവം 2024 മലയാള പ്രസംഗത്തിന് മത്സരത്തിനായി തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം യുവാക്കളും സാമൂഹിക പ്രതിബദ്ധതയും എന്നുള്ളതാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അവൻ കുടുംബമായി ജീവിച്ച്, നാടിലൂടെ വളർന്ന്, സമൂഹത്തിൽ പ്രവർത്തിച്ച്, രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃക കാണിക്കേണ്ട വ്യക്തിത്വങ്ങളാണ് ഓരോ മനുഷ്യരും. വ്യക്തിപരമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളതോടൊപ്പം തന്നെ ഓരോ മനുഷ്യനും കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ സമൂഹത്തിനും നാടിനും ചെയ്യാനുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളാണ് സമൂഹത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത്. അവരാണ് സമൂഹത്തിന് ഗുണപരമായ എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഭഗത് സിംഗ് ആയാലും മഹാത്മാഗാന്ധിജി ആയാലും എല്ലാ നേതാക്കളുടെയും ചെറുപ്പകാലത്തിലാണ് അവർ ഇത്തരം സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അത്രമേൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു സമയമാണ് യുവത്വം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ കാലത്തെ കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ യുവാക്കളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ചെറുപ്പത്തിൻ്റെ അവസ്ഥ എന്താണ്? അവർ നോക്കിയിരുന്ന് ലോകത്തെ വീക്ഷിക്കുകയും അതല്ലെങ്കിൽ ആസ്വാദന മേഖലയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നതിനപ്പുറം സാമൂഹിക പ്രതിബദ്ധതയും നമ്മുടെ നാടിനോടുള്ള പ്രതിബദ്ധതയും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും എത്രമാത്രം കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ഈ വിഷയം തെരഞ്ഞെടുത്തത് തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം, അതിൽ മാറ്റത്തിരിക്കൽ അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ കൂടിയിട്ടുള്ള ആളുകളുടെ പങ്കാളിത്തം എടുത്ത് പരിശോധിച്ചാൽ, ഇപ്പോൾ നടത്തപ്പെടുന്ന ഈ ബ്ലോക്ക് തലത്തിലുള്ള മത്സരം എടുത്ത് പരിശോധിച്ചാൽ പോലും ഇത് സത്യത്തിൽ യുവാക്കൾക്കും യുവതികൾക്കുമുള്ള അവസരമാണ്, തുറന്ന അവസരമാണ്. ഇതിനെ പോലും എത്ര ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മളിവിടെ വെച്ച സമയക്രമം 11 മണിയായിരുന്നു. എന്നാൽ ഇവിടെ എത്തിയ എല്ലാവരുടെയും മുന്നിൽ ഈ പങ്കെടുക്കേണ്ട ആളുകളോ ഇതിനു വേണ്ട ശ്രോതാക്കളോ ഒന്നും ഇവിടെ എത്താത്ത ഒരവസ്ഥ. ഇത്രമാത്രം നമ്മുടെ യുവത്വം ശാക്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് ഒന്നാമത്തെ കാരണം സോഷ്യൽ മീഡിയ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നാൽ ഇത്തരം കെട്ടുപാടുകളിൽ നിന്നും മുക്തമായി കൊണ്ടുള്ള സമൂഹത്തിനും നാടിനും ഉപകാരപ്പെടുന്ന ഒരു തലമുറയായി നമുക്കിവരെ മാറ്റി എടുക്കേണ്ടതുണ്ട്. ഇതിന് വിഘ്നം സംഭവിക്കുന്ന, ഇതിന് തടസ്സം നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിലുണ്ട്. അതിലേറ്റവും വലുതാണ് ലഹരി എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ തലമുറ, നമ്മുടെ യുവത്വം, നമ്മുടെ ചെറുപ്പം, നമ്മുടെ വിദ്യാർത്ഥികൾ അവരെല്ലാവരും അതല്ലെങ്കിൽ വലിയൊരു ശതമാനം പോലും ഇതിൽ പെട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ എന്ന് പോലും വ്യത്യാസമില്ലാതെ ഇതൊരു ചരടായിക്കൊണ്ട് ഇവരെ വലിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്നു, അതിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നു, ഇവരെ ഉത്ബുദ്ധരാക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഇതിൽ നിന്നും ഇവരെ മുക്തരാക്കിക്കൊണ്ട് ഇവരുടെ യഥാർത്ഥ മനുഷ്യത്വത്തിന്റെ ധർമ്മം ഇവരെന്തായി തീരണമെന്ന്, ഒരു മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാനോ അതിന് പോലും ചിന്തിക്കാനോ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇവർ മാറുമ്പോൾ ഇവരെ കൈപിടിച്ചുകൊണ്ട് മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മറ്റും ഇവരെ കൈപിടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് കൂടി ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ചെറിയൊരു ശതമാനം ആളുകളെ നമ്മൾ കാണാതിരുന്നുകൂടാ. അവർ തീർച്ചയായും ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവർ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് യുവത്വത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ക്ലബ്ബുകളായാലും പൊതു കേന്ദ്രങ്ങളായാലും പൊതുപ്രവർത്തനങ്ങളായാലും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ശുചീകരണ പരിപാടികളായാലും പോലും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകളെ നമ്മൾ കൂടുതൽ അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു തലമുറയെ, നമ്മുടെ നാടിനെ, നമ്മുടെ കേരളത്തെ, നമ്മുടെ പൈതൃകത്തെ നമുക്ക് കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് സാംസ്കാരികമായി വളർന്നു വരുന്ന ഒരു തലമുറയായി നമുക്കിവരെ മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ പഴമ പറഞ്ഞു നിന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് കാര്യമില്ല. പുതിയ കാലത്ത്, പുതിയ ലോകത്ത്, പുതിയ ചിന്താഗതികൾ, ഒരു ലോകം ഒരു കുടക്കീഴിൽ വരുന്ന ഈ കാലത്ത് നമ്മുടെ ചിന്താധാരകളെ പോലും മനുഷ്യനെ പോലും സ്വാധീനിക്കുന്ന പലതും നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെല്ലാം കൃത്യമായ വീക്ഷണമുള്ള ഒരു യുവതലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ യുവാക്കൾക്ക് അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.